ഹേ ഗായ്സ്, ഇറ്റ്സ് മീ കരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു ഐലൻഡിലോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ലക്ഷദ്വീപ് ഓർ ആൻഡമാൻ നിക്കോബാർ. അതൊന്നുമില്ല, നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു ഐലൻഡ് തന്നെയാണ്. കുറേ വർഷമായിട്ട് വിചാരിക്കുന്നു അവിടെ പോകണം. ഇപ്പോഴാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി ഞങ്ങളിവിടെ എത്തി. ഇവിടെ അത്യാവശ്യം ഇപ്പം ഇത്തിരി വെയിലുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് അങ്ങനെ വെയിലൊന്നും ഇല്ലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ് അല്ലേ, 45 മിനിറ്റ് ഡ്രൈവ് ഉണ്ടാവുന്നു. സംഭവം നോക്കി. ഇവിടെ കുറേ ബോട്ട് സർവീസസ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒന്നിൽ റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് ലൈൻസിന് കയറി പോകാൻ വിചാരിക്കുകയാണ്. വേറെ എങ്ങും അല്ല നമ്മൾ എത്തിയിരിക്കുന്നത്, മൺട്രോ തുരുത്തിലാണ്. ബാക്കി ബോട്ടിൽ കയറി. ഞങ്ങളിവിടെ ഇങ്ങനെ എത്തി. ഞങ്ങൾ എങ്ങനെയാ പോകുന്നതെന്നല്ലേ നോക്കൂ. ഞങ്ങൾ കയാക്കിംഗ് ആണ് ഗൈസ്, കണ്ടോ? കയാക്കിംഗ് ആണ് ഗൈസ്, കണ്ടോ? എൻ്റെ പുതിയ ഡ്രൈവറാ, ഒഫീഷ്യൽ ഡ്രൈവറാ. ഞങ്ങൾ ആക്ച്വലി മറ്റേ ബോട്ടിൽ പോകാനായിരുന്നു പ്ലാൻ ഇട്ടത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പ്ലാനെല്ലാം മാറ്റി കയാക്കിങ്ങിലോട്ട് കയറി. ഗൈസ്, ഞാൻ വണ്ടിയുടെ താക്കോൽ എടുക്കാൻ മറന്നുപോയി. ടിക്കിയുടെ സൈഡിൽ വെച്ചിട്ടൊന്ന് തിരിച്ച് ഞങ്ങൾ പിന്നെ ഈ സ്ഥലത്ത് വന്ന് പോവുകയാണ്. ഓൾമോസ്റ്റ് 1 അവറാണ് നമുക്ക് ഇവർ തരുന്നത്. 1 അവറിനുള്ളിൽ നമ്മൾ വരണമെന്നാണ് പറയുന്നത്. ഒരു മണിക്കൂറത്തേക്ക് 400 രൂപയാണ് കയാക്കിങ്ങിന്. അങ്ങനെ ആളുടെ ഒരു 10-15 മിനിറ്റോളം ഇപ്പം തന്നെ വേസ്റ്റായി. കാരണം ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ, ഓർത്തേക്ക് എന്തെങ്കിലും വേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പം നമ്മളൊരു എന്തോ കണ്ടൽക്കാടോ എന്തോ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്കോട്ട് പോവുകയാണ്. ആക്ച്വലി ഞാൻ തുഴയേണ്ട കാര്യമില്ല, ഇവിടെ തുഴയാൻ വേറെ ആളുണ്ട്, കണ്ടോ? എക്സ്പേർട്ട് അതിൽ. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങളിവിടെ എത്തി. ഞങ്ങളിങ്ങനെ അതിൻ്റെ അകത്തൂടെ കയറാൻ പോവുകയാണ്. സംഭവം എനിക്ക് ഇത്തിരി സിമ്പിളായിട്ട് തോന്നുന്നു കേട്ടോ. ഇത് ഈ വണ്ടി ഓട്ട് ശീലമുള്ളതുകൊണ്ടൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്കെന്തോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല. സാധനം എനിക്ക് വെള്ളം ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നല്ല എക്സ്പീരിയൻസ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. നമ്മളായിട്ട് തന്നെ കഷ്ടപ്പെട്ട് തുഴനൊക്കെ വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ തുഴയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പാവം സാരമില്ല, ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തുഴയാൻ വിടുന്നത് തന്നെയാണ് നമ്മൾ നല്ലത്. ഗൈസ്, ഇത്രേ ഉള്ളൂ ആഴം. ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് അത്യാവശ്യം ആഴം ഉണ്ടായിരുന്നു. ഇവിടെ ചിലവരൊക്കെ എന്നെ കുലിക്ക് കൊല്ലാൻ നോക്കണം. പക്ഷെ ഞാൻ പേടിക്കത്തില്ല എന്ന് പറഞ്ഞ് കൂടുതലാണ് കാണിക്കണ്ട കേട്ടാ. ഈ ഒരു എൻട്രി അത്ര വലിയ എൻട്രി ഒന്നും അല്ല, എന്നാലും സംഭവം കൊള്ളാം. നമ്മളതിൻ്റെ ഇടയ്ക്കൂടെ പോകുമ്പോ ഇടിക്കാൻ പോകാ. തിരി തിരി തിരി. അയ്യോ, ഓക്കെ 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 ഓക്കെ. അങ്കിൾ പറയാ വെള്ളത്തിൽ കയറിക്കൂടായിരുന്നോ. ഇതല്ല എക്സ്പീരിയൻസ് ഗൈസ്, നിങ്ങൾ കമന്റ് ചെയ്യും. അയ്യോ സോറി, വീഡിയോ എടുക്കണ്ടേ പിന്നെ. ചിലവരൊക്കെയാണ് ചൂസ് ചെയ്യുന്നത്. ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് കുറച്ച് പേടി കാണത്തില്ല. അതുകൊണ്ട് പലരും ബോട്ടിങ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഗൈസ്, എന്താണ് എക്സ്പീരിയൻസിനെ പറ്റി പറയാനുള്ളത്? പറ. കൈ വയ്യാത്ത തുഴയാൻ വയ്യാത്ത ആൾക്കാരെ കൊണ്ട് ഈ കയാക്കിന് പോകരുത്. ഒറ്റയ്ക്കിരുന്ന് ഞാൻ തുഴയാന്ന് പറയുമ്പോൾ അത് ശരിയാവുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞല്ലോ ഞാൻ തുഴയാന്ന്. ഞാൻ തിരിച്ചു പോകുമ്പോൾ വണ്ടി ഓട്ടിക്കാം, അതാകുമ്പോൾ കോംപ്രമൈസ് ആവും. ഇത് നല്ല പ്രശ്നം. ഇവിടെ ഇച്ചിരി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. അത്ര ആഴമൊന്നുമില്ല, എന്നാലും ഉണ്ട് ആഴം. ആണോ? കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല, അതാണ് സത്യാവസ്ഥ. ഇങ്ങനെ കിടക്കുക. നമുക്ക് എവിടെ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് ഒരു പിടിയില്ല. ഗൈസ്, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ് കയാക്കിങ് ചെയ്യുന്നത്. ഇങ്ങനെ പിടിക്കുക, താഴോട്ട് കൊണ്ടുവരിക, ഇങ്ങനെ കറക്കിയതിന് ശേഷം ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ തെറിപ്പിക്കരുത്. നമ്മൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. നിന്റെ മുഖത്തോട്ട് വെള്ളം അതൊക്കെ ഇങ്ങനെ നീക്കണം. അതിന് കണ്ടോ ഇങ്ങനെ. അപ്പോഴത്തെ ഈ സൈഡിലൊക്കെ വെള്ളം വീഴും. നമ്മൾ ഒരു സൈഡ് പൊക്കം വീഴും. വേറെ ഐഡിയ ഞാൻ പറഞ്ഞു. ഇപ്പം നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ട് കാണിക്കും.
അങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ വെള്ളം ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് തിരിയണമെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ എന്ത് പറയുന്നത്, ഇതെന്ത് പറയുന്നു, തുഴ. ഈ സാധനം വെച്ച് നമ്മൾ ലെഫ്റ്റ് മാത്രം തുഴയണം. കണ്ടോ, നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞു പോയി നമ്മൾ രണ്ട് വശം തുഴയണം. ബാക്കി ഇരിക്കുന്നവർക്കാണോ ഫ്രണ്ട് ഇരിക്കുന്നവർക്കാണോ പാട് തുഴയാൻ? അങ്ങനൊന്നുമില്ല, നിന്നെ പോലെ ഉള്ളവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കി ഇരിക്കുന്നവർക്കാ പാട്. ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത, ഞാൻ മുന്നേ റോസ് മലയിൽ പോയപ്പോഴും ആ സെയിം പ്രത്യേകത ഞാൻ കണ്ടായിരുന്നു. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? ഇവിടെ ഒരു പെൺകുട്ടീനെ പോലും ഞാൻ കയാക്കിങ് ചെയ്ത് കണ്ടില്ല. കയാക്കിങ് ചെയ്യാൻ വരുന്നുണ്ടായിരിക്കും, എന്നാലും നിലവിലിപ്പം ഞങ്ങൾ വന്ന സമയത്ത് ആരും ഇല്ല. അപ്പം എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്ര പ്രൊഫഷണലായിട്ടൊക്കെ ഇതുപോലെ ഗൈസ്, ഇവിടെ ബോട്ടിങ്ങിന് വരുന്നവരൊക്കെ അവിടെ നിർത്തിയിട്ട് ഇറങ്ങുന്നുണ്ട്, ഇറങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ഒട്ടും ആഴമില്ല, ജസ്റ്റ് വെള്ളം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങളൊരു റിസ്ക് വേണമെങ്കിൽ ഇറങ്ങാമല്ലേ, പക്ഷെ വേണ്ട, ഞങ്ങൾക്ക് ഇറങ്ങാൻ താല്പര്യമില്ല. ഇത് വല്ലതും നീന്തി വല്ലതും പോകണം, വെറുതെ എന്തിനാ ഇങ്ങനെ ഇരിക്കാമോ? അയ്യോ, ഇങ്ങനെ ഇരുന്നൂടല്ലേ ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഗ്രറ്റും ഇല്ല ഇത് ചൂസ് ചെയ്തതിൽ. അവിടെ കണ്ടോ ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവിടെ അത്യാവശ്യം മുട്ടിന് മുകളിലോട്ട് വരെ വെള്ളമുണ്ട്. ആ ഒരു ഏരിയയിലൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണമെങ്കിൽ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവറൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 1 മണിക്കൂറാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് 1.5 മണിക്കൂറിന് ശേഷം പോയിട്ട് വേണമെങ്കിൽ പറയാം. അരമണിക്കൂർ എക്സ്ട്രാ 200 രൂപയാണ്, ടോട്ടലി 600 വരും. ഇപ്പോൾ ഞങ്ങൾ 400-നാണ് 1 അവർ എടുത്തത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷെ ഇതിനകത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കയറുമെന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വെറുതെ റിസ്ക് എടുക്കണ്ട. ബോട്ട് പോലെ അല്ലല്ലോ ഇത്. സോ നമുക്ക് കണ്ട ഇത് ഭയങ്കര പ്ലെയിൻ ആയിട്ടൊക്കെ തോന്നും കേട്ടോ, പക്ഷെ അത്യാവശ്യം സേഫാണ്. സേഫ് എന്ന് പറഞ്ഞാൽ സേഫാണ്. അതിൻ്റെ അത് എന്താ പറയുക, നമ്മൾ ഇങ്ങനെ തുറന്ന് കിടക്കുന്നു, ഭയങ്കരമായിട്ട് താഴ്ന്ന് വെള്ളത്തിനോട് ചേർന്നാണ് കിടക്കുന്നെങ്കിലും ആക്ച്വലി ഇത് സംഭവം നമ്മളിത് എടുത്തതിലൊരു റിഗ്രറ്റ് ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. ആദ്യമായിട്ടൊക്കെ ഇത് ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ട് എനിക്ക് പേടിയില്ലയെന്ന് പറയാൻ ചിലരെന്നെ കുലുക്കി പേടിപ്പിക്കാൻ നോക്കുകയാണ്. ഇതിൻ്റെ പേടി ഉണ്ട്, ഇല്ലെന്നല്ല. എനിക്ക് വെള്ളം ഇച്ചിരി പേടിയാണ് പൊതുവെ. പക്ഷേ ഇതിനകത്ത് കയറിക്കഴിഞ്ഞ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ പേടിയൊക്കെ പോയി. കാരണം അത്യാവശ്യം സ്മൂത്താണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തിരിച്ചൊക്കെ പോകുന്നതൊക്കെ ഡൗട്ടായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ ഉറപ്പായി നമ്മൾ തിരിച്ചെന്തായാലും അവിടെ എത്തും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുഴയാതെ ഇങ്ങനെ വെറുതെ ഇരിക്കാനും ഒരു സുഖമാണ് അല്ലേ. പാവം കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. ചിലവരൊക്കെ ഇവിടെ വിയർത്ത് കുളിച്ച്. ഗൈസ്, ഞങ്ങൾ കയറിയ ബോട്ടിങ് 400 രൂപയായിരുന്നു. ഞങ്ങൾ വേറൊരു കയാക്കി 2 പേരെ കണ്ടപ്പോഴാണ് അവർ പറഞ്ഞത് അവർക്ക് 300 രൂപ ഉണ്ടായിരുന്നു. കുറേ ബോട്ട് സർവീസസ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒന്നിൽ റേറ്റൊക്കെ ചോദിച്ചിട്ട് നൈസിന് കയറിപ്പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പവനായി ശവമായി ചോദിച്ചിട്ട് കയറേണ്ടതായിരുന്നു. കുഴപ്പമില്ല, സാരല്ല. പക്ഷേ എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. അമ്മാതിരി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും വേർത്തായിരുന്നു കേട്ടോ. നമ്മൾ പോയതിന് റിഗ്രറ്റൊന്നും അടിക്കുന്നില്ല. ഇപ്പം അത്യാവശ്യം വെയിൽ, പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് കൊള്ളായിരുന്നു. അങ്ങനെ കരിഞ്ഞ വെയിലൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം നല്ലതുപോലെ പോയിട്ട് വന്നു. ഇനി ഇവിടെ ആക്ച്വലി ഒരു ചെറിയൊരു തണുപ്പുണ്ട്. കാരണം ഇവിടെ ഫുള്ള് കുറേ മരങ്ങളും ഇതൊക്കെയാണല്ലോ. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി കഴിയും. ഇനി അടുത്ത ഫുഡ് കഴിക്കാൻ പോകണം. ബാക്കി അവിടെ വെച്ചാണ്. ഫുഡ് വന്നു. ഞങ്ങൾ മന്തിയാണ് പറഞ്ഞത്. ഇത് നോർമൽ മന്തി അല്ലേ, ചിക്കൻ മന്തി.